376B എന്ന് പറയുന്ന വകുപ്പ് 20 വർഷം ശിക്ഷിക്കാൻ പറ്റുന്നൊരു വകുപ്പാണ്. ഈ വകുപ്പിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ചിട്ടാണ് ഈ ജാമ്യം കൊടുക്കുന്നത്. അതായത് നമുക്ക് ഏത് വകുപ്പാണെന്നുണ്ടെങ്കിൽ ആ വകുപ്പിനൊരു ഗ്രാവിറ്റി ഉണ്ടാവും. ഇപ്പം 307 എന്ന് പറയുന്നൊരു വകുപ്പുണ്ട്, വധശ്രമം. 308 എന്ന് പറയുന്ന വകുപ്പുണ്ട്, വധശ്രമം. രണ്ടും വധശ്രമമാണെന്നുണ്ടെങ്കിലും ഒന്ന് കരുതി കൂട്ടിയിട്ടുള്ള വധശ്രമമാണ്. അതായത് നമ്മൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തന്നോട് പെട്ടെന്ന് ദേഷ്യം ഉണ്ടാവുകയും ഞാൻ കൈ കിട്ടിയൊരു സാധനം എടുത്ത് നിങ്ങളെ അടിച്ചു, ഞാൻ നിങ്ങളെ അടിച്ച സമയത്ത് പെട്ടെന്ന് മരണകാരണമാവുന്നൊരു കുഴപ്പമുണ്ടായി എന്ന് വെച്ചോളൂ. അതല്ല, നിങ്ങൾ പോകുന്ന വഴിയിലെല്ലാം ഞാൻ കാത്തു നിന്നിട്ട് കൊല്ലാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതാണ് ഈ വകുപ്പുകളുടെ, രണ്ടും വധശ്രമമാണെന്നുണ്ടെങ്കിലും വകുപ്പുകളിലുള്ള വ്യത്യാസം. അതിനനുസരിച്ചിട്ട് തന്നെ ജാമ്യം കൊടുക്കുന്നതിൽ വ്യത്യാസമുണ്ട്. 308 ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ പെട്ടെന്ന് ജാമ്യം കിട്ടാം. 307 ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മിനിമം 1 മാസം അല്ലെങ്കിൽ 42 ദിവസം കിടന്നേക്കാം, 28 ദിവസം കഴിഞ്ഞാൽ കിട്ടും. 308 14 ദിവസം കഴിഞ്ഞാൽ കിട്ടും. അതേ കണക്ക് 376B എന്ന് പറയുന്ന ഒരു വകുപ്പാണ് ഈ പറഞ്ഞ വിഷയത്തിൽ ദിലീപിന് മുകളിലേക്ക് ഇട്ടേക്കുന്നത്. ആ വകുപ്പിൻ്റെ ഒരു ഗ്രാവിറ്റിയിൽ, ഈ സെയിം വകുപ്പിൻ്റെ ഗ്രാവിറ്റിയിലാണ് പൾസർ സുനിയൊക്കെ ഇപ്പോഴും റിമാൻഡിൽ കിടക്കുന്നത്. പക്ഷേ റിമാൻഡാണെന്ന് ആലോചിക്കണേ, ഇത്രയും വർഷം റിമാൻഡാണ്. അത് ദിലീപിന് ജാമ്യം കിട്ടിയെന്ന് പറയുന്നത് തന്നെ കോടതിക്ക് ബോധ്യപ്പെടും. ഇല്ലെങ്കിൽ ദിലീപിനെ അതായത് ഒരു കാര്യം കൂടെ കണക്ട് ചെയ്ത് ഞാൻ ക്ലോസ് ചെയ്യാം. ഒരാൾ ശക്തമായി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ വളർന്നുകൊണ്ടിരിക്കുന്ന ആൾക്ക് വലിയ ശത്രുക്കൾ ഇപ്പുറത്തുണ്ടായിക്കൊണ്ടേയിരിക്കും. ഇവരെല്ലാവരും കൂടി ചേർന്ന് ഒന്നിച്ചതായിക്കൂടെ എന്നും കൂടിയുള്ള ഒരു സംശയം. പിന്നെ ഇതൊക്കെ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഇതേപോലെ ഒരു ഇൻ്റർവ്യൂവിൽ എനിക്ക് വന്നിരിക്കണം, അഭിമാനത്തോടുകൂടി വന്നിരിക്കണം. അന്ന് എല്ലാവരും അടിയിൽ കമൻ്റ് എഴുതണം, അഖിൽ മാരാർ പറഞ്ഞതെല്ലാം ശരിയായിരുന്നു.